അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ മഞ്ചേശ്വരം ഉദ്യാവരം 1000 ജമായത്ത് സയ്യിദ് ഷഹീദ് വലിയുല്ലാഹി ദർഗാ ഷെരീഫ് ആണ്ട് നേർച്ച ഏപ്രിൽ 18 മുതൽ 21 വരെ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടും. ഇതിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഏപ്രിൽ 18 രാവിലെ 10 മണിക്ക് ദർഗാ ഷെരീഫ് സിയാറത്തോടെ 4 നാളുകളിലായി നടക്കുന്ന ആണ്ടുനേർച്ചയ്ക്ക് പതാക ഉയരും. രാവിലെ 10 മണിക്ക് തുടങ്ങി 21-ാം തീയതി അവസാനിക്കുന്ന പരിപാടി 4 ദിവസത്തെ പരിപാടി. 10-ാം തീയതി മക്കാം സിയാറത്തോടുകൂടി തുടങ്ങുകയും പതാക ഉയർത്തപ്പെടുകയും അതിനുശേഷം അന്ന് രാത്രി നടക്കുന്ന സയ്യിദ് സൈനുൽ അബ്ദീൻ ജിഫ്രി തങ്ങളുടെ ഉദ്ഘാടനത്തോടുകൂടി 4 ദിവസത്തെ പ്രഭാഷണ പരിപാടിയും നടക്കുന്നതാണ്. രാത്രിയിൽ 1000 ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് UK സൈഫുള്ള ബുഖാരി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സയ്യിദ് സൈനുൽ ആബിദിൻ ജിഫ്രി തങ്ങൾ ആണ്ടുനേർച്ച ഉദ്ഘാടനം ചെയ്യും. കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ വാഗ്മികളായ പേരോട് മുഹമ്മദ് അസ്ഹരി, മുഹിയുദ്ദീൻ ഹുദവി ആലുവ, കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലുണ്ടാകും. അസയ്യിദ് ഷഹീദ് വലിയുല്ലാഹി ദർഗാ ഷെരീഫ് കമ്മിറ്റി പ്രസിഡന്റ് അസയ്യിദ് പൂക്കുഞ്ഞി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റും ഉദ്യാവരം 1000 ജമായത്ത് സംയുക്ത ഖാസിയുമായ സയ്യിദുൽ ഉലമ അസയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അത്താവുള്ള തങ്ങൾ MA ഉദ്യാവരം, അസയ്യിദ് ഹാമിദ് അൽ ബിസ്ബാഹി ഹാദി തങ്ങൾ, സയ്യിദ് നൂരിഷ തങ്ങൾ BN അബ്ദുൽ ഖാദർ മദനി, അബ്ദുൽ കരീം ദാരിമി തുടങ്ങി നിരവധിയായ സാധാത്തുക്കളും ഉമറാക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാരും സംബന്ധിക്കും. അവസാന ദിവസം വന്നെത്തുന്ന ആയിരങ്ങൾക്ക് അന്നദാനവുമുണ്ടാകും. ആണ്ടുനേർച്ച സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാനായി കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജമായത്ത് പ്രസിഡന്റ് അസയ്യിദ് UK സൈഫുള്ള തങ്ങൾ, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ബട്ടർഫ്ലൈ, ട്രഷറർ അഹമ്മദ് ബാവഹാജി, ദർഗാ ഷെരീഫ് കമ്മിറ്റി പ്രസിഡന്റ് അസയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ, ജനറൽ സെക്രട്ടറി പള്ളിക്കുഞ്ഞി ഹാജി, ട്രഷറർ ആലിക്കുട്ടി നാഷണൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.